ഒരു സാധാരണ ഓയിൽ ഫിൽറ്ററിൽ ഒറ്റ ലെയർ ഫിൽറ്റർ മീഡിയം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ടൊയോട്ടയുടെ ട്വിൻ എലമെൻ്റ് ഫിൽറ്ററിൽ 2 ലെയറുകളുള്ള ഫിൽറ്ററിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. ഔട്ടർ ലെയർ. ഈ ലെയർ താരതമ്യേന കട്ടിയുള്ളതാണ്. ഇത് എണ്ണയിലുള്ള വലിയ മാലിന്യങ്ങളായ കാർബൺ അവശിഷ്ടങ്ങൾ, ലോഹ കഷണങ്ങൾ എന്നിവയെ അരിച്ചെടുക്കുന്നു. ഇന്നർ ലെയർ. ഈ ലെയർ വളരെ നേർത്തതാണ്. ഔട്ടർ ലെയർ കടന്നു വരുന്ന അതിസൂക്ഷ്മമായ മാലിന്യങ്ങളെപ്പോലും ഇത് ഫിൽട്ടർ ചെയ്യുന്നു. ഈ ഇരട്ട ലെയറുകളുള്ള ഘടനയാണ് ഇതിനെ ട്വിൻ എലമെൻ്റ് എന്ന് വിളിക്കാൻ കാരണം. സാധാരണ ഫിൽറ്ററുകൾ ഒരു നിശ്ചിത സമയത്തിന് ശേഷം അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ട്വിൻ എലമെൻ്റ് ഫിൽറ്ററുകളുടെ ഘടന കാരണം ഈ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. 2 ലെയറുകൾ ഉള്ളതിനാൽ എഞ്ചിൻ ഓയിലിലെ വലുതും ചെറുതുമായ എല്ലാ മാലിന്യങ്ങളെയും ഫലപ്രദമായി നീക്കം ചെയ്യാൻ ഇതിന് സാധിക്കുന്നു. ഇത് എഞ്ചിൻ കൂടുതൽ കാലം വൃത്തിയായിരിക്കാൻ സഹായിക്കുന്നു. ആദ്യം വലിയ മാലിന്യങ്ങൾ പുറം ലെയറിൽ അടിയുന്നതിനാൽ അകത്തെ നേർത്ത ലെയർ പെട്ടെന്ന് അടഞ്ഞു പോകുന്നില്ല. ഇത് ഫിൽറ്ററിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും എഞ്ചിൻ ഓയിലിൻ്റെ ഒഴുക്ക് തടസ്സമില്ലാതെ നിലനിർത്തുകയും ചെയ്യുന്നു. എഞ്ചിൻ്റെ ആന്തരിക ഭാഗങ്ങളായ പിസ്റ്റണുകൾ, ടൈമിംഗ് ചെയിൻ, വാൽവുകൾ തുടങ്ങിയവയിലേക്ക് ശുദ്ധമായ ഓയിൽ മാത്രം എത്തുന്നത് തേയ്മാനം കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്വാളിസിൻ്റെ ഫിൽറ്ററുകളിൽ ഒരു ബൈപ്പാസ് വാൽവ് ഉണ്ട്. ഒരു സ്പ്രിങ്ങും വാൽവ് ഡിസ്കും ചേർന്നതാണിത്. ഫിൽട്ടർ എന്തെങ്കിലും കാരണവശാൽ പൂർണ്ണമായി അടഞ്ഞു പോയാൽ ഈ വാൽവ് തുറന്ന് എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ ചെയ്യാതെ തന്നെ എഞ്ചിനിലേക്ക് ഒഴുകാൻ സഹായിക്കുന്നു. ഇത് എണ്ണയുടെ ഒഴുക്ക് പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കി എഞ്ചിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുന്നു. ഒരു ട്വിൻ എലമെൻ്റ് ഓയിൽ ഫിൽറ്ററിൻ്റെ പ്രധാന ഘടകം ഫിൽറ്ററിംഗ് മീഡിയമാണ്. ഇത് സാധാരണയായി സെല്ലുലോസ്, ഫൈബർ ഗ്ലാസ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബർ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ക്വാളിസിൻ്റെ എല്ലാ മോഡലുകൾക്കും ട്വിൻ എലമെൻ്റ് ഓയിൽ ഫിൽറ്ററുകൾ നിർബന്ധമായി ഉപയോഗിച്ചിരുന്നില്ല. ഇത് സാധാരണയായി യൂറോ 2 അല്ലെങ്കിൽ BS2 എമിഷൻ മാനദണ്ഡങ്ങളുള്ള മോഡലുകളിലാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ ക്വാളിസിൻ്റെ എല്ലാ മോഡലുകളിലും ഒരേ അടിസ്ഥാന എഞ്ചിനായിരുന്നെങ്കിലും കാലക്രമേണ വന്ന എമിഷൻ മാനദണ്ഡങ്ങൾ കാരണം ഉയർന്ന വേരിയൻറ്റുകളിൽ EGR സിസ്റ്റവും അതിനനുസരിച്ച് ട്വിൻ എലമെൻ്റ് ഫിൽറ്ററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് RS, GST, RST തുടങ്ങിയ മോഡലുകളിൽ ട്വിൻ ഫിൽറ്റർ ഉപയോഗിച്ചു വരുന്നത്.